അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, തഖ്വയുള്ള മനസ്സ് സമ്മാനിച്ച് പരിശുദ്ധ റമദാൻ യാത്രയായിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. നമ്മളിൽ പലരും ഇന്നുകൂടി ആറുനോമ്പിലാണ്. ഒരു മാസത്തെ നിരന്തര ശ്രമത്തിലൂടെ നേടിയെടുത്ത തഖ്വാബോധം, സൂക്ഷ്മതാബോധം തകർത്ത് കളയാൻ സഹോദരങ്ങളെ ഏതാനും നിമിഷങ്ങൾ മതി. നമ്മുടെ ആജീവനാന്ത ശത്രുവായ പിശാച് നമ്മെ നേരായ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ശപഥം ചെയ്തിറങ്ങിയവനാണ്. അവനും അവൻ്റെ കൂട്ടാളികളും അവരുടെ ജോലി വിശ്രമമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും അവൻ്റെ കരവലയത്തിലും അവൻ്റെ സ്വാധീനത്തിലുമാണ്. റമദാൻ യാത്രയായതോടുകൂടി എല്ലാ നന്മകളും നമ്മളിൽ നിന്ന് യാത്രയായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിൽ കാണിച്ചിരുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും, അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലെത്താൻ കാണിച്ചിരുന്ന ആ ഒരു ശുഷ്കാന്തി, സുന്നത്ത് നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണത്തിലും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലും കാണിച്ചിരുന്ന ആ ഒരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ നാം ഓരോരുത്തരും ഈ സംസാരം കേൾക്കുന്നവർ സ്വന്തത്തെന്ന് വിലയിരുത്തി നോക്ക്. റമദാൻ യാത്രയായിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഇബാദത്തുകളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിൽ സഹോദരങ്ങളെ നമ്മൾ എവിടെ നിൽക്കുന്നു? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആറുനോമ്പിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും, അതൊരാൾ നോറ്റാലുണ്ടാകുന്ന പ്രതിഫലത്തെപ്പറ്റി ഈദ്ഗാഹിലെ പ്രസംഗത്തിലടക്കം പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടിരിക്കും. എന്നാൽ ശാരീരികമായ അവസ്ഥ അനുവദിക്കാത്തവരോ അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളുള്ള ആളുകളെ പറ്റിയല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തുമുള്ള എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ആ നോമ്പ് അനുഷ്ഠിക്കാത്തവർ. അവരെ പറ്റിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു വർഷം പ്രതിഫലം ലഭിക്കുന്ന ആ നോമ്പ് നമുക്കത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചോ? പക്ഷേ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ, പിശാച് അവിടെ വിജയിച്ചു എന്നതാണ്. നമ്മൾ പരാജയപ്പെട്ടു എന്നതാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ശത്രുവായ പിശാച് നമ്മുടെ എല്ലാ നന്മകളിലും പ്രിയപ്പെട്ടവരെ കൈവെക്കും. നമ്മളതിന്ന് പിറകോട്ട് വലിക്കാൻ, നമ്മളതിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കും. പക്ഷേ അവൻ വിജയിക്കുന്നു, നമ്മൾ പരാജയപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജമാഅത്ത് നമസ്കാരങ്ങൾ അവൻ ഇടപെടും. സുബഹിക്ക് നമ്മുടെ അരികിൽ വരും. ഖുർആൻ കയ്യിലെടുക്കാൻ നമ്മെ അനുവദിക്കുകയില്ല. സഹോദരങ്ങളെ, എല്ലാ നന്മയുടെ വഴിയിൽ നിന്നും അവൻ നമ്മെ വ്യതിചലിപ്പിച്ച് നമ്മളെ നരകത്തിൻ്റെ വറകാക്കുമെന്ന് ശപഥം ചെയ്തിറങ്ങിയവൻ്റെ പ്രവർത്തനം അവൻ നിർബാധം തുടരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ഗൗരവം കാണിച്ചില്ലെങ്കിൽ നാളെ പരലോകത്ത് പരാജിതരിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അവനും അവൻ്റെ കൂട്ടാളികളും ആളുകളെ നരകത്തിൻ്റെ വിറകുകളാക്കാനാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ സംസാരം കേൾക്കുന്ന ഒരാളും സഹോദരങ്ങളെ അതിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുക, പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുക. പിശാചിന് ഒരിക്കലും പിടികൊടുക്കാൻ സഹോദരങ്ങളെ ഇട നൽകാതിരിക്കുക. അവനെ പരാജയപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ വിജയമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഖുർആൻ്റെ തണലിൽ പ്രിയപ്പെട്ടവരെ ജീവിക്കുക. നിസ്സാരമാണെന്ന് വിചാരിക്കുന്ന തെറ്റുകൾ പോലും അതിന് നിസ്സാരമായി കാണരുത്. അള്ളാഹുവിൻ്റെ റസൂലൊരിക്കൽ ഗൗരവത്തോടു കൂടി അറിയിച്ചത് ഇയ്യാക്കും വമുഹ്ഖിറാത്തി ദുനൂബി, നിങ്ങൾ നിസ്സാരമായ ചെറിയ ചെറിയ പാപങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒരുമിച്ച് കൂടി അത് നിങ്ങളെ നശിപ്പിച്ച് കളയുമെന്ന് പ്രവാചകൻ തിരുമേനി ഗൗരവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ ഉണർത്തുകയാണ്. നമുക്ക് റമദാനിൽ നമ്മൾ കണ്ണിനെ ശ്രദ്ധിച്ചിരുന്നു, കാതിനെ ശ്രദ്ധിച്ചിരുന്നു, സംസാരം ശ്രദ്ധിച്ചിരുന്നു, ഒക്കെ നമ്മൾ കരുതലോടെ നമ്മൾ ജീവിച്ചു. സഹോദരങ്ങളെ, അടുത്ത റമദാൻ വരേക്കും അത് നിലനിർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി മാറുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു മാസം നോമ്പ് നോറ്റൊരു മാറ്റവുമില്ലാത്ത നോമ്പുകാർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമെന്ന പ്രവാചകൻ്റെ വചനം പലപ്പോഴും നമ്മൾ കേട്ടവരാണ്. ആ ഗണത്തിൽ, ആ വിഭാഗത്തിൽ പ്രിയപ്പെട്ടവരെ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നന്മകളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അതിൽ നമ്മൾ പെടാതിരിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ പിശാചിൻ്റെ ശർറിൽ നിന്ന് രക്ഷകിട്ടാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. നമ്മുടെ പ്രാർത്ഥനകളിൽ തുന്നിച്ചേർക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.